ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞങ്ങളെല്ലാം ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. ഡ്യൂട്ടി തിരക്കുമായിട്ട് അങ്ങനെ പോവുക കേട്ടോ ഓരോ ദിവസങ്ങളും. അപ്പോൾ ഇന്ന് സൺഡേ വൈകുന്നേരം ഞങ്ങളൊരു ഫലുദ കഴിക്കാൻ വേണ്ടി പോവുകയാണ്. ഭയങ്കര മടിയാണ് എനിക്ക് അഞ്ചൂസിന് പോവാൻ. പക്ഷെ നൗഫി കുറേ ദിവസമായിട്ട് പറയുന്നു നമുക്ക് പോവാം, ഭയങ്കര ചൂടല്ലേ, ഒരു ഫലുദ കഴിക്കാമെന്നൊക്കെ. പിന്നെ അവളുടെ നിർബന്ധത്തിനാണ് സത്യത്തിൽ ഞങ്ങൾ പോകുന്നത്. ഭയങ്കര മടിയാണ്, കാരണം ആകെ കിട്ടുന്ന ഒരു സൺഡേ ഓഫാണ്. അത് പുറത്ത് പോയാൽ അങ്ങനെയും അങ്ങ് തീരും. പിന്നെ വന്നു കഴിഞ്ഞ് യൂണിഫോം അയൺ ചെയ്യണം, അതുപോലെ തന്നെ ഫുഡ് പ്രിപ്പയർ ചെയ്യണം. അപ്പം വന്നു കഴിയുമ്പം ചിലപ്പോൾ മടിയായിരിക്കും ചെയ്യാൻ. അതുകൊണ്ടാണ് ഒന്നാമത് പുറത്തൊക്കെ ഇറങ്ങാൻ മടി. പിന്നെ എല്ലാ സാറ്റർഡേ ഈവനിങ്ങിലാണ് ഞങ്ങൾ നെസ്റ്റോയിലൊക്കെ പോയി സാധനം മേടിക്കുന്നത്. അപ്പം സൺഡേയും കൂടെ പോകാൻ പുറത്തിറങ്ങിയാൽ പിന്നെ ആ ദിവസം അങ്ങ് പോകില്ലേ എന്ന് വിചാരിച്ചിട്ട് ഭയങ്കര മടിയാണ്. ഞാനും 5 ദിവസം ഇച്ചിരി നേരത്തെ ഇറങ്ങി, കാരണം എൻ്റെ യൂണിഫോം ഷേപ്പ് ചെയ്ത് കിട്ടാനുണ്ടായിരുന്നു. അപ്പം നമ്മളിപ്പോൾ ഇവിടെ കൊടുത്തിട്ട് പോയാൽ തിരിച്ചു വരുമ്പോഴത്തേന് കിട്ടുമല്ലോ. ഓൾറെഡി ഒരെണ്ണം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ടൈലറിങ് ഷോപ്പും മൊബൈൽ ഷോപ്പും അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റും ഗ്രോസറി ഐറ്റംസ് ഒക്കെ കിട്ടുന്ന ഒരു ഏരിയ കേട്ടോ. ഇവിടെ എല്ലാം നമുക്ക് പെട്ടെന്ന് തന്നെ അടുത്ത് തന്നെ ഉണ്ട്. അതുകൊണ്ട് ഈ ഒരു ഏരിയ നമുക്ക് മാറാൻ പോലും മനസ്സില്ല. പിന്നെ എനിക്ക് ഡ്യൂട്ടിക്ക് പോകാൻ കുറച്ച് പാടാണ് ഓൺ കോളൊക്കെ വരുമ്പോൾ. കാരണം 10 മിനിറ്റേ ഉള്ളെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ട്രാഫിക്ക് വന്നു കഴിഞ്ഞാൽ ഓൺ കോളിന് വൈകി എത്തിയാൽ അത് പ്രശ്നമല്ലേ. അപ്പോൾ ഞങ്ങൾ ഡ്രസ്സൊക്കെ കൊടുത്തു. ഞങ്ങൾ വരുമ്പോഴത്തേനും റെഡിയാക്കി വെക്കാമെന്ന് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി പറഞ്ഞ് ചെയ്തതും കൂടി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ചെയ്യുമ്പോൾ എൻ്റെ അമ്മേനെ ഓർമ്മ വരുന്നത്, കാരണം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മമ്മിയാണല്ലോ ചെയ്തു തന്നുകൊണ്ടിരുന്നത്. അപ്പോഴത്തേനും നമ്മുടെ നൗഫിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. വ്ളോഗ് എടുക്കുവാന്ന് പറഞ്ഞപ്പോൾ അങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുവാണ് ജാട ഇട്ടിട്ട്. അപ്പോൾ ഇവരിവിടെ ഡ്രസ്സ് അയൺ ചെയ്യാൻ വേണ്ടി കൊടുക്കാൻ വേണ്ടി വന്നതാണ്. അങ്ങനെ നമ്മുടെ 5 ദിവസം നൗഫിയുടെ നടത്തം കണ്ടാൽ ഇപ്പം ഇവിടെ അടുത്ത് എവിടെയോ ഫലുദ കഴിക്കാൻ പോകുന്ന പോലെയാണ്. ഇവിടെ അടുത്തല്ല കേട്ടോ, ഇവിടെയൊക്കെ ഉണ്ടാവും. പക്ഷെ ഇവർ സാധാരണ മൂവേല എന്ന് പറയുന്ന സ്ഥലത്ത്, കറക്റ്റ് പ്രൊനൗൺസേഷനാണെന്ന് തോന്നുന്നു, അവിടെയാണ് കഴിക്കാൻ പോകാറ്. ഭക്ഷണങ്ങൾ കിട്ടുന്ന ഒരുപാട് റെസ്റ്റോറൻറ്റും അങ്ങനെയൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ ഇന്നെന്തായാലും ഞാനും കൂടെ പോയി ഫലുദ എങ്ങനെയുണ്ട് എന്നൊക്കെ നോക്കിയിട്ട് വരാം. അപ്പോൾ ഇവിടെ കേട്ടോ കാറ് പാർക്ക് ചെയ്തേക്കുന്ന ഈ റെഡ് കാറാണ്. അപ്പോൾ അവിടെ നിന്ന് അവർ കുറേ ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യാൻ വേണ്ടി തുടങ്ങിയപ്പോഴത്തേന് ഒരു നല്ല കാഴ്ച ഞങ്ങളുടെ കണ്ണിൽ പെട്ടു കേട്ടോ. നിങ്ങളും ഒന്ന് നോക്കിയിട്ട് പോയി. നല്ല രസമില്ലായിരുന്നു ആ കാഴ്ച കാണാൻ. ഒരുപാട് ഫ്ലൈറ്റ് ഇതിൽ പോകുമെങ്കിലും ഇതുപോലെ ഒരു കാഴ്ച ആദ്യമായിട്ടാണ്. ഞാൻ കയറുന്നതിന് മുമ്പ് 5 ദിവസം ഡോർ അടച്ചു കാറിൻ്റെ. എന്നെ ഇനി മറന്നു പോയിട്ടാണോ അവൾ ചുമ്മാ കളിച്ചതാണോ എന്നറിയത്തില്ല. എന്തായാലും ഞാൻ കയറുന്നതിന് മുമ്പ് അവൾ ഡോറടച്ചു. പിന്നെ ഞങ്ങൾ ഒരുപാട് വർത്തമാനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോവുകയാണ്, തമാശകളൊക്കെ പറഞ്ഞ്. അപ്പോഴത്തേക്ക് നമ്മുടെ നൗഫി ക്യാമറാമാനായിട്ട് മാറി. അവൾ പിന്നെ വ്ളോഗൊക്കെ എടുക്കാമെന്ന് പറഞ്ഞാൽ അവൾക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ വ്ളോഗൊക്കെ എടുക്കാൻ വേണ്ടി. അപ്പോൾ എന്നോട് എന്നും പറയും ചേച്ചി എന്നും വീഡിയോസ് ഇടണം ചേച്ചി എന്നൊക്കെ. എനിക്ക് ആ പണ്ടത്തെ ഉത്സാഹമൊന്നും ഇല്ല, നീ എന്താണെന്നറിയില്ല. ഇനുവും ചോദിച്ചു ഇന്നും ഒക്കെ വന്നു കഴിയുമ്പോൾ മാറുമായിരിക്കും. എനിക്ക് അവരെ കാണാഞ്ഞിട്ട് ഭയങ്കരമായിട്ടും വിഷമമാണ്. അവർ ഉടനെ വരും എന്ന് ഞാൻ വിചാരിച്ചിരിക്കുകയാണ്. എല്ലാം റെഡി ആയിരിക്കുമ്പോൾ അവരും കൂടെ വന്നാൽ ഞാൻ ഡബിൾ ഓക്കെ ആവുമായിരിക്കും. അപ്പം നല്ല നല്ല വീഡിയോ ഒക്കെ ഇടാമെന്നൊക്കെ വിചാരിച്ചിരിക്കുന്നു. എല്ലാം തമ്പുരാൻ്റെ ഇഷ്ടം പോലെ നടക്കട്ടെ. അപ്പം ഞങ്ങൾ ഏതാണ്ട് കുറച്ചിങ്ങോട്ട് നീങ്ങി അപ്പോൾ ഇതുണ്ട് ഈ ലൈൻ കമ്പികൾ കണ്ടില്ലേ ഇലക്ട്രിസിറ്റിയുടെ. ഇവിടെ ഒരു വെറൈറ്റി ആയിട്ടോ കേട്ടോ ഇത് അറേഞ്ച് ചെയ്തേക്കുന്നത്. നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനെയല്ലല്ലോ. അപ്പം ഞാനിങ്ങനെ പറയുമോ എന്തൊരു ഇതായിട്ടോ, കുറേ ബോളല്ല അതിൽ ഇട്ടേക്കുന്നത്. ഒരു വെറൈറ്റി ആയിട്ടാണ് ഇവിടുത്തെ ലൈൻ കമ്പി. അപ്പം ഞങ്ങളുടെ ഫലുദ കഴിക്കാൻ വേണ്ടി വന്ന കട ഇതാ കേട്ടോ. ഈ പച്ച പെയിൻ്റ് അടിച്ച് ഇവിടെ അവിൽ മിൽക്ക് എന്നൊക്കെ എഴുതിയിട്ട്, അവിൽ മിൽക്കാണെന്ന് തോന്നുന്നു ഇവിടുത്തെ ഫേമസ്, എനിക്ക് അറിയില്ല. പക്ഷേ ഞാൻ നാട്ടിൽ നിന്ന് കഴിച്ചപ്പോൾ എനിക്ക് അവിൽ മിൽക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഇവിടെ ജ്യൂസ് ആൻഡ് ലാൻഡ് കഫേയിലാണ് കേട്ടോ ഞങ്ങൾ ഫലുദ കഴിക്കാൻ വേണ്ടി കയറിയത്. അതിൻ്റെ തൊട്ടപ്പുറം വേറെ ഷോപ്പോ മീൻസോ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇവിടെ കേട്ടോ കയറിയത്. എന്തായാലും നമ്മൾ ഓർഡറൊക്കെ കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പം ഇത് നോക്കിയപ്പോൾ ഞാനും നൗഫിയും റോയൽ ഫലുദ കേട്ടോ ഓർഡർ ചെയ്തത്. നമ്മുടെ 5 ദിവസമാണെങ്കിൽ ബട്ടർ സ്കോച്ച് ഫലുദയാണ് ഓർഡർ ചെയ്തത്. ബട്ടർ സ്കോച്ച് എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ ഫലുദയുടെ ടേസ്റ്റ് എങ്ങനെ ആവുമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് എന്തായാലും ഞാൻ റോയൽ ഫലുദ കേട്ടോ ഓർഡർ ചെയ്തു. ഒരുപാട് വിഭവങ്ങളുണ്ട് കേട്ടോ ഇവിടെ, വെറൈറ്റി ആയിട്ടുള്ള ഓറിയോ ഷേക്കോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ട് ഒരുപാടുണ്ട്. നമ്മളെല്ലാം ഒന്നും നോക്കിയില്ല.
നമ്മളെന്തായാലും ഫലുദ കഴിക്കാൻ വേണ്ടി വന്നതുകൊണ്ട് ഫലുദ കഴിച്ചു. 3 പേരും ഇവിടെ സ്ഥാനം ഉറപ്പിച്ചു. നൗഫിക്ക് അതിൽ കയറിയിരിക്കാൻ മടിയായിരുന്നു. പിന്നെ ഇവിടെയുള്ള ആൾക്കാർ പോയപ്പോൾ നമ്മൾ ഈ സീറ്റിലേക്ക് മാറി. അപ്പോൾ ഇതാണ് ബട്ടർ സ്കോച്ച് ഫലുദ അഞ്ജുവിൻ്റെ. ഇത് ഇപ്പം നൗഫിയുടെയും ഈ എൻ്റെ കൊണ്ട് വെക്കുന്ന ഫലുദയും റോയൽ ഫലുദ കേട്ടോ. നോക്കി നമ്മുടെ നാട്ടിലെ പോലെ ഒന്നുമല്ല. കാരണം ഒരുപാട് നട്ട്സും പിന്നെ ഫ്രൂട്ട്സ് ആയാലും ഐസ്ക്രീം ആയാലും എല്ലാം ഒരുപാടുണ്ട്. നമ്മൾ ഒരാൾ കഴിച്ചാൽ വയറ് നിറയാൻ മാത്രമുണ്ട്. അഞ്ജുവിൻ്റെ ആണെങ്കിലും സൂപ്പറായിരുന്നു കേട്ടോ. ബട്ടർ സ്കോച്ച് ഫലുദ സൂപ്പർ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ അത്രയും കളർഫുൾ അല്ലെങ്കിലും അതും നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഞാൻ കഴിക്കുമ്പോൾ എൻ്റെ മമ്മീനെ കേട്ടോ ഓർക്കുന്നത്. മമ്മിക്ക് ഒരുപാട് ഇങ്ങനെ മധുരമുള്ള ഐറ്റംസ്, അതുപോലെ തന്നെ തണുപ്പുള്ള ഷെയ്ക്ക് അത്ര ഇഷ്ടമില്ല, ഫലുദ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ ഐസ്ക്രീം ആയാലും മമ്മീനെ കേട്ടോ ഞാൻ ഈ സമയം ഓർത്ത്. ഞാൻ തന്നെ ഇപ്പോൾ ഇത് കഴിച്ചിട്ട് കുറേ നാളായി. ജോസൂട്ടൻ പ്രഗ്നൻ്റ് ആയ സമയത്ത് കഴിച്ചത്. അങ്ങനെ ഞങ്ങൾ 3 പേരും അതൊക്കെ കഴിച്ച് കാലിയാക്കി നേരെ പോകുന്നത് സാസു കഫേ എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റിലേക്കാട്ടോ. അവിടെ നല്ല പൊറോട്ടയും ബീഫും കിട്ടും. ഞങ്ങൾ കഴിക്കാനല്ല കേട്ടോ, നമ്മുടെ നൗഫിയുടെ ഹസ്ബൻഡ് ഷെയ്ക്കൊന്നും പിന്നെ ഫലുദയൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ ബീഫ് ഫ്രൈ കിട്ടുമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോകുക കേട്ടോ. ഇവരവിടെയൊക്കെ നേരത്തെ കയറി കഴിച്ചിട്ടുള്ളത് കൊണ്ട് ഇവർക്ക് അറിയാം. അപ്പം നല്ല ഫുഡാണെന്ന് പറയുന്നത്. നല്ല ബീഫിൻ്റെ പല വെറൈറ്റി ഡിഷസ് ഉണ്ടെന്ന് പറഞ്ഞ്. ഇനിയിപ്പോൾ വേറെ കേട്ടോ സാസു കഫേ മലയാളികളാണ് അവിടെ നടത്തുന്നതൊക്കെ. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് ബീഫൊക്കെ വാങ്ങി നേരെ വീട്ടിലോട്ട് പോവുകയാണ്. ഇപ്പോൾ തന്നെ നല്ല രാത്രിയായിട്ടുണ്ട്. വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഓരോ ദിവസവും അങ്ങോട്ട് പെട്ടെന്ന് അങ്ങ് നീങ്ങിപ്പോവും. പിന്നെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ വരുമായിരുന്നു. ട്രാഫിക് നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ പാട്ടൊക്കെ വെച്ച് ഓരോരോ എന്താ പറയുക കളികളൊക്കെ കളിച്ച് ഞങ്ങളിങ്ങനെ തമാശയൊക്കെ പറഞ്ഞു വരുമായിരുന്നു. എന്തായാലും പോയപ്പോൾ ഭയങ്കര സങ്കടമായെങ്കിലും എൻജോയ് ചെയ്തു കേട്ടോ. അപ്പോൾ ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ കടയിൽ അവർ തയ്ച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു എന്താ പറയുക വൈബൊക്കെ നല്ലതായിരുന്നു. അടിച്ച് പൊളിച്ചു. എന്തായാലും നൗഫിയോട് ഒരുപാട് താങ്ക്സ്. കാരണം ആദ്യം മനസ്സോടെ ഇറങ്ങി. കാരണം നാളത്തെ ഡ്യൂട്ടിയുടെ കാര്യം ഓർക്കുമ്പോൾ ഇന്ന് പുറത്തൊന്നും പോകാൻ സത്യത്തിൽ തോന്നില്ല. അങ്ങനെ അവൾ അയൺ ചെയ്ത ഡ്രസ്സൊക്കെ വാങ്ങി ഞങ്ങൾ ഫ്ലാറ്റിലേക്ക് പോവാണ്. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം വൈകുന്നേരം ഇങ്ങനെയാട്ടോ പോയത്. എല്ലാ സൺഡേ ഇങ്ങനെയൊന്നും അല്ല, മടി പിടിച്ച് റൂമിലിരിക്കാറാണ് പതിവ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്തുള്ള ബെല്ലൈക്കനും കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ബൈ, ഗുഡ് നൈറ്റ്.